CPIM-ന്റെ 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചൊരു ഡിമാൻഡ് ഉണ്ട്, ഒരു നയമുണ്ട്. ആ നയം എന്താ? ആ നയം BJP-യെ തോൽപ്പിക്കാമെന്നാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു പാർട്ടിയും ചിന്തിച്ചിരുന്നില്ല കോൺഗ്രസിനെ BJP-യെ തോൽപ്പിക്കാനാവുമെന്ന്. BJP-യെ തോൽപ്പിക്കാം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞു, രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, എങ്ങനെ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കണം. ആ ഓരോ സംസ്ഥാനത്തിലുമുള്ള BJP വിരുദ്ധ വോട്ട് ഛിന്ന ഭിന്നമാവാതെ ഏത് മണ്ഡലം ഏത് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കണം. വിശാല കാഴ്ചപ്പാട് വേണം. വിശാല കാഴ്ചപ്പാട് വെച്ച് ഓരോ നിയോജക മണ്ഡലത്തിലെയും ഓരോ സ്ഥാനാർത്ഥി ആരാവണം, BJP വിരുദ്ധ വോട്ട് പൂർണ്ണമായിട്ട് ഏകോപിതമായി കിട്ടാനുള്ളതുള്ള സ്ഥാനാർത്ഥി ആരാവണം, പാർട്ടി ആരാവണം എന്ന് തീരുമാനിക്കണം. അത് വിശാലമായ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വേണം എന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പൊ പലരും ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ BJP-യെ തോൽപ്പിക്കാനാവും എന്ന് പറയുന്നത്? യെച്ചൂരിയാണ് അത് കൃത്യമായിട്ട് അവതരിപ്പിച്ചത്. യെച്ചൂരി പറഞ്ഞു, നിങ്ങൾക്ക് ആകെ BJP-ക്ക് കിട്ടിയ വോട്ട് പരിശോധിക്കൂ, 37% വോട്ടാണ് BJP. ഇപ്രാവശ്യം തന്നെയാണ് കേട്ടോ, ചെറിയ വ്യത്യാസം. 37% വോട്ട്. ഈ 37% വോട്ട് BJP-ക്ക് കിട്ടുമ്പോൾ 63% വോട്ട് BJP വിരുദ്ധമാണ് ഇന്ത്യയിൽ. അപ്പോൾ ഓരോ സംസ്ഥാനം ഓരോ യൂണിറ്റായി എടുത്ത് ആ സംസ്ഥാനത്തുള്ള BJP വിരുദ്ധ വോട്ട് ഏകോപിതമായിട്ട് ഏത് മണ്ഡലം ഏത് സ്ഥാനാർത്ഥി എന്ന് വിശാലാടിസ്ഥാനത്തിൽ തീരുമാനിച്ചാൽ ഒരു സംശയമില്ല, BJP-യെ തോൽപ്പിക്കാം. BJP-യെ തോൽപ്പിക്കാം എന്ന് പറഞ്ഞ് ഈ നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നീട് നിതീഷ് രംഗത്ത് വരുന്നത്. നിതീഷ് വെറുതെ രംഗത്ത് വന്നതല്ല. രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരി മരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ ബ്ലോക്കിന്റെ ശില്പിയാണ് സീതാറാം യെച്ചൂരി എന്നാണ്. അദ്ദേഹത്തിന് അങ്ങനെയേ പറയാൻ സാധിക്കുള്ളൂ, പാർട്ടിയെ പറ്റിയല്ലോ അദ്ദേഹം സംബന്ധിക്കുന്നത്. അത് വെറുതെ പറഞ്ഞതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നിതീഷ് ഒരു സജീവ രീതിയിൽ മുന്നോട്ടേക്ക് വന്ന എല്ലാ പാർട്ടികളുമായി നല്ലപോലെ ശത്രുതാപരമായി നിൽക്കുന്ന പാർട്ടികൾ ഉൾപ്പെടെ കണ്ട് BJP വിരുദ്ധ വോട്ടുകൾ നമുക്ക് യോജിപ്പിക്കണമെന്ന കൃത്യമായ കാഴ്ചപ്പാട് വെച്ച് അവതരിപ്പിച്ച് മുന്നോട്ടേക്ക് വന്നപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? നിതീഷിനെ ഒഴിവാക്കി അതിന്റെ തലപ്പത്തേക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തി. പരമായ രാഷ്ട്രീയമാണല്ലോ ഈ നിതീഷ് ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം മുഖമുദ്ര. ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ BJP-യെ പ്രതിരോധിക്കാനുള്ള ഒരു കൂട്ടുകന്നല്ലേ നമ്മൾ കാണുന്നുള്ളൂ. വർഗപരമായ വ്യത്യാസമൊന്നും തമ്മിലില്ല. ആഗോളവൽക്കരണ സമീപനത്തിലും ഇവർക്കൊന്നും തമ്മിൽ വ്യത്യാസമില്ല. BJP-ക്കും കോൺഗ്രസിനൊന്നും ഒരേ വർഗ നിലപാട് തന്നെയാണ്. അന്നും അതെ ഇന്നും അതെ. ആഗോളവൽക്കരണം നടപ്പിലാക്കിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് BJP ആ നിലപാട് മുമ്പോട്ടേക്ക് കൊണ്ടുവന്നത്, സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇപ്പോഴും 10 ലക്ഷം കോടി ഞങ്ങൾ വിറ്റ് തുലച്ച് പണം സ്വരൂപിക്കുമെന്ന് പറഞ്ഞത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഭരണവർഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണകൂടം. നേരത്തെ പറഞ്ഞില്ലേ, ഭൂപ്രഭുത്വത്തെ അവസാനിപ്പിക്കാതെ, ജന്മിവാഴ്ച ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാത്തതിൻ്റെ ഭാഗമായി ഈ ജീർണമായ ആശയ സംഹിതയുടെ മേലെ കെട്ടിപ്പോക്കിയ മുതലാളിത്ത സമൂഹമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഇപ്പോൾ ഭൂപ്രഭുത്വവുമായിട്ട് സന്ധി ചെയ്തതാണ്, സാമ്രാജ്യത്വ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കുത്തക മുതലാളിത്തത്തിനാണ് മുൻകൈ. ഈ 3 താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഏതെല്ലാം പാർട്ടികളുണ്ടോ അതെല്ലാം ഭരണവർഗ പാർട്ടികളാണ്. അത് കോൺഗ്രസ് ആണ്, അത് BJP ആണ്. സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികൾ പലതും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ഭരണവർഗ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അവരെയാണ് ഭരണവർഗ പാർട്ടി എന്ന് പറയാം. റൂളിംഗ് പാർട്ടിയാണ് BJP. ഭരണം നഷ്ടപ്പെട്ടവർ തിരിച്ചു പിടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഈ പറയുന്ന ഭരണവർഗ പാർട്ടിയിലെ പ്രതിപക്ഷം. അങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ കൃത്യതയോടുകൂടി പറഞ്ഞു, നമുക്ക് ഈ കടമ നിർവഹിക്കാനാവും ഈ ആശയം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഈ മുന്നോട്ടേക്ക് വെച്ച ആശയം പ്രാവർത്തികമാക്കാനുള്ള ശേഷിയുണ്ടോ? ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയാണല്ലോ നിതീഷിനെ ഉൾപ്പെടെ ഉപയോഗിക്കാൻ നമ്മൾ ആലോചിച്ചത്. പക്ഷെ കോൺഗ്രസ് എടുത്ത നിലപാട് വിശാല കാഴ്ചപ്പാടില്ല.
അതിൻ്റെ ഭാഗമായിട്ട് എന്തായി? നിതീഷ് വന്ന പോലെ തന്നെ തിരിച്ചുപോയി. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു രക്ഷപ്പെട്ടു, BJP രക്ഷപ്പെട്ടു. കാരണം നിതീഷ് തിരിച്ചു പോയിരിക്കുന്നു. ഒരു ബദലുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവർ നിരാശപ്പെട്ടിരിക്കുന്നു. അന്നും ആദ്യമായിട്ട് പ്രതികരിച്ചത് സീതാറാം യെച്ചൂരിയാണ്. സീതാറാം യെച്ചൂരി പറഞ്ഞു 37% വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടുമ്പോൾ നിതീഷ് BJPക്കൊപ്പമായിരുന്നു. അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവണ്ട, അപ്പം തന്നെയായിരുന്നു അപ്പുറം. അപ്പോൾ നമുക്കിനിയും സാധ്യതയുണ്ട്. അതിനെ തുടർന്നാണ് വീണ്ടും ഇന്ത്യ ബ്ലോക്ക് രൂപപ്പെട്ടു വന്നത്. ആ ബ്ലോക്ക് രൂപപ്പെട്ടു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ സംസ്ഥാനവുമായിട്ട് ചർച്ച ചെയ്യും. ഇപ്പോൾ തമിഴ്നാട് ചർച്ച ചെയ്തു, അതുപോലെ ഒറീസ ചർച്ച ചെയ്തു, ആന്ധ്ര ചർച്ച ചെയ്തു, ബംഗാൾ ചർച്ച ചെയ്തു. അങ്ങനെ ഓരോരോ സംസ്ഥാനങ്ങളായി ചർച്ച ചെയ്ത്. പക്ഷെ കോൺഗ്രസിൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വരില്ല അധികം. എന്ത് ചെയ്തില്ല? ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു എന്നുള്ളത് ശരിയാണ്. ചില വിട്ടുവീഴ്ച പോരാ, സമഗ്രമായ മാറ്റം വേണ്ടിയിരുന്നു, നല്ല വിട്ടുവീഴ്ച വേണ്ടിയിരുന്നു. പക്ഷേ പൂർത്തിയായില്ല. അതിൻ്റെ ഫലമായിട്ട് എന്താ? 2% വോട്ട് കൂടി ഇന്ത്യ ബ്ലോക്കിന് കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചിത്രം മാറുമായിരുന്നു. 38 സീറ്റ് 38 സീറ്റ് കൂടി മാറിയിരുന്നുവെങ്കിൽ BJP അധികാരത്തിൽ നിന്ന് പുറത്തായി. പക്ഷേ വിശാലമായ ഐക്യം രൂപപ്പെടുത്താൻ കോൺഗ്രസിൻ്റെ അതിൻ്റെ തന്നെ ജൈവപരമായ ഘടന കൊണ്ട് സാധിച്ചില്ല. അതിനുശേഷം എന്താ സ്ഥിതി? അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഒന്നിലും കോൺഗ്രസിന് BJP വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. BJPക്ക് അനുകൂലമായ രാഷ്ട്രീയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർത്താനമൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. വർത്താനം പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ നിലപാടാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആം ആദ്മി പാർട്ടിയുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോയിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പല സ്ഥലത്തും നിങ്ങൾക്ക് ഒരേ ശതമാനം വോട്ട് കിട്ടിയപ്പോൾ 1.5%, 2% വോട്ട് കിട്ടിയ മറ്റു കക്ഷികളുണ്ടായിരുന്നു. അവരെ കൂടി ചേർത്തിരുന്നെങ്കിൽ ചിത്രം മാറില്ലായിരുന്നു. ഹരിയാന ഉൾപ്പെടെയുള്ള മേഖലയിൽ മാറുമായിരുന്നു. പക്ഷേ നടന്നില്ല. അവർ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വിശാല കാഴ്ചപ്പാട് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറ്. ഡൽഹിയിലും ഇപ്പോൾ തന്നെയാണ്. BJPക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് അത് ചെയ്യുക എന്ന് ഏത് വലിയ പണ്ഡിതരൊന്നും ആവേണ്ടതില്ല. രാഷ്ട്രീയത്തിൻ്റെ ആദ്യപാഠം അറിയുന്ന എല്ലാവർക്കും അറിയാം. BJPയെ എതിർക്കുന്ന ശക്തികൾ രണ്ടായി വിഭജിക്കപ്പെട്ടാൽ അതിൻ്റെ നേട്ടം എപ്പോഴും BJPക്ക് അനുകൂലമാണ്. മഹാരാഷ്ട്ര നമ്മളത് കൃത്യമായിട്ട് കണ്ടു. അവിടെയും പൂർണ്ണമായ അർത്ഥത്തിൽ അവർക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദേശീയ രാഷ്ട്രീയത്തിൽ മതവർഗീയത 2025 ഈ കൊല്ലം എന്ന് പറയുന്നത് RSSന്റെ 100ാം വാർഷികം ആചരിക്കുന്ന കൊല്ലാണ്. ഇക്കൊല്ലം ഹിന്ദു രാഷ്ട്രമാക്കി ഹിന്ദുത്വ അജണ്ട പൂർത്തിയാക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശാലമായ ഐക്യം ദേശീയ രാഷ്ട്രീയത്തിൽ കൈകാര്യം ചെയ്യാൻ BJP വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചാൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള 430 സീറ്റ് അല്ലെങ്കിൽ 370 സീറ്റ് കിട്ടും എന്ന വാദം പൊളിഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം അതാണ്. CPIMനെ സംബന്ധിച്ച് കേരളത്തിൽ നമുക്ക് കൂടുതൽ സീറ്റ് കിട്ടിയില്ല എന്നുള്ളത് ശരി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സീറ്റ് കിട്ടിയില്ല, സീറ്റേ കിട്ടിയുള്ളൂ എന്നുള്ളത് ശരി. പക്ഷെ വിശാലാടിസ്ഥാനത്തിൽ സങ്കുചിതമായിട്ടല്ല പാർട്ടി കൈകാര്യം ചെയ്തത്, ദേശീയ തലത്തിൽ തന്നെയാണ്. ദേശീയാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ അങ്ങനെ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടതിൻ്റെ ഭാഗമായി ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്ന 370 മുതൽ 430 വരെയുള്ള സീറ്റ് നമുക്ക് കുറക്കാൻ കഴിഞ്ഞു. കേവല ഭൂരിപക്ഷമില്ല. ഐക്യമുന്നണി എന്ന രീതിയിലല്ലാതെ കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് ഇവിടെ ഇന്ത്യയിൽ BJP എത്തി. അത് തീർച്ചയായിട്ടും നേട്ടമാണ്. ആ നേട്ടത്തിൻ്റെ ഭാഗമായിട്ട് കേരളം പരിശോധിച്ചാൽ നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലെ ഈ നിലപാട് നമുക്ക് തീർച്ചയായിട്ടും പരിമിതികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പരിമിതികൾ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള റിവ്യൂ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് ഞാൻ വീണ്ടും ഇപ്പോഴിവിടെ ആവർത്തിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യയിലും മുതലാളിത്ത പ്രതിസന്ധി കൂടി വരികയാണ്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി ഒരു കാര്യം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരായി ഇന്ത്യൻ മുതലാളിമാരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമം. ഇപ്പോഴീ അവസാനത്തെ ബഡ്ജറ്റിലും അത് തന്നെയാണ്. കേരളം
അതിൻ്റെ സുസ്ഥിര വികസനം അതിശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്ന അഭിമാനകരമായ കാര്യം സാമ്പത്തിക സർവേയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു, പാർലമെൻറ്റ് വെച്ചു. തൊട്ടടുത്ത ദിവസമാണ് പാർലമെൻറ്റ് ബഡ്ജറ്റ്. നിർമ്മലാ സീതാറാം ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൻ്റെ പേരേയില്ല. കേരളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവരാലോചിക്കുന്നില്ല. കേരളത്തിന് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുമെന്ന് നമ്മൾ പറയുന്നില്ല. നമുക്ക് കിട്ടേണ്ടുന്ന അവകാശമാണ്, അധികാരമാണ്. അത് നൽകാൻ തയ്യാറില്ല. ഫെഡറൽ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. 24,000 കോടി രൂപ വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞ്, വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് സഹായം ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേക്ക് വേണ്ടി നമ്മൾ കൊടുത്ത ഏതാണ്ട് 6,000 കോടി രൂപ അതെങ്കിലും കടത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കാണിക്കുന്ന കേരളം വാങ്ങിയ കടത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അതുമില്ല. ഈ 6,000 തിരിച്ചു തരണം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തോട് മാത്രമേ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ പണം ചോദിക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുള്ളൂ. അത് ഈ കേരളത്തിലാണ്. അത് തിരിച്ചു തരണം. അതുമില്ല. നമ്മുടെ റബ്ബർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമായ രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന പ്രൊജക്റ്റ് കൊടുത്തു. അതുമില്ല. ഒരു പൈസയില്ല. അതുപോലെ തന്നെ വിവിധ സാമ്പത്തിക ഘടനയിൽ നമുക്ക് തരാൻ സാധിക്കുമായിരുന്ന പല കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെട്ടു. അതൊന്നും തരാൻ അവർ തയ്യാറില്ല. ഇങ്ങനെ കേരളത്തെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന കേന്ദ്രമന്ത്രിമാർ തന്നെ പറയുന്നത് നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ വികസിച്ചിരിക്കുകയാണ്, നിങ്ങൾ ദരിദ്രമാണെന്ന് പറ എന്ന് പറഞ്ഞാൽ കേരളത്തെ ദരിദ്രമാക്കൂ. അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതാണ് ജോർജ് കുര്യൻ്റെ സ്റ്റേറ്റ്മെന്റ്. ഉന്നത കുലജാതന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെന്റ്. ഇവരെല്ലാം എന്ത് രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്? ആ രാഷ്ട്രീയമാണ് മനുസ്മൃതി. അതാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു നിലപാട് നിങ്ങൾ ഓരോരുത്തരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ഇതിനെല്ലാം എതിരായി തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കണം. ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണം. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടണം. അതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല. ഇന്ത്യയിലെ തൊഴിലാളികൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ ഉൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള ജനകീയ പോരാട്ടങ്ങൾ, സമരങ്ങൾ ഭരണകൂട വ്യവസ്ഥക്കെതിരായി ശക്തമത്തായ രീതിയിൽ ആരംഭിക്കുകയും തുടർന്നു വരികയും ചെയ്യണം. അതിലൂടെ മാത്രമേ ജനകീയ ജനാധിപത്യ മുന്നണിയും ഒരു ജനകീയ ജനാധിപത്യ ഗവൺമെൻറ് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ വഴിയിലൂടെയാണ് ലോകം സോഷ്യലിസ്റ്റിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്കും സോഷ്യലിസ്റ്റിലേക്ക് പോകാനാവുക. ഈ മുതലാളിത്ത പ്രതിസന്ധിക്ക് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്ന, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്ന ഈ അവസ്ഥയെ മാറ്റി ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പോകാൻ അതിൻ്റെ മുന്നോടിയായി ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളും എല്ലാം ശക്തിപ്പെട്ട് മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട്. അതിനെല്ലാം ആവശ്യമായ രീതിയിലുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കണം, ശക്തിപ്പെടുത്തണം. ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം. അതുവഴിയാണ് നമ്മുടെ പാർട്ടി പരിപാടി ചൂണ്ടിക്കാണിച്ചതുപോലെ ജനകീയ ജനാധിപത്യ മുന്നണിയും ജനകീയ ജനാധിപത്യ ഗവൺമെൻറ്റും സോഷ്യലിസത്തിലേക്കുള്ള യാത്രയും നമുക്ക് ഇന്ത്യയിൽ സാധ്യമാവുക. അതല്ലാതെ വേറൊരു വഴിയുമില്ല. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പോംവഴിയുണ്ട് എന്ന് പറയാനില്ല. കാരണം സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ്. 87% സമ്പത്ത് 10% കയ്യിലാണ് ഇന്ത്യയിൽ. എല്ലാ ഔദ്യോഗിക കണക്കും പറയുന്നത് 50% ജനങ്ങളുടെ കയ്യിലുള്ളത് 3% സമ്പത്താണ്. 50% കയ്യിൽ 3% സമ്പത്തിന്റെ കേന്ദ്രീകരണമാണ്. ഇതെല്ലാം ഈ രീതിയിലേക്ക് വ്യവസ്ഥയെ രൂപപ്പെടുത്തിയത് കോൺഗ്രസും BJPയും എല്ലാം ചേർന്നുകൊണ്ടാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി മാറിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിക്കെതിരായിട്ട് വിശദീകരണം നടത്തിയിട്ടൊന്നും കാര്യമില്ല. ഇവരെല്ലാം കൂടി ചേർന്ന് രൂപപ്പെടുത്തിയതാണ് ഇവരെല്ലാം. ഈ കോർപ്പറേറ്റുകൾ, കുത്തക മുതലാളിമാർ, ഫ്യൂഡൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ശക്തികൾ, ഇവരെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു അവസ്ഥാവിശേഷത്തെ ഫലപ്രദമായിട്ട് മനസ്സിലാക്കി നമുക്കിതിനെ പ്രതിരോധിക്കുന്നതിന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇടതുപക്ഷം ശക്തിപ്പെടുക, ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുന്നോട്ടേക്ക് നയിക്കുക. അതേപോലെ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ച ജനകീയ ജനാധിപത്യ മുന്നണിയും ജനകീയ ജനാധിപത്യ ഗവൺമെൻറ്റും
സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള നമ്മുടെ യാത്രയും ഈ ഇന്ത്യയിൽ സാധ്യതമാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനത്തിന് നിലകൊള്ളുന്ന പാർട്ടിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക ഘടന ഞാൻ നേരത്തെ പറഞ്ഞു, ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്വകാര്യവൽക്കരിക്കുകയാണ്. അത് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ശേഷിയും കഴിവ് നിരവധിയായി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ അതിൻ്റെ ഭാഗമാണ്, പട്ടിണി അതിൻ്റെ ഭാഗമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി കിടക്കുന്ന രാജ്യം ഏതാണ്? ഒറ്റ ഉത്തരേ ഉള്ളൂ, ഇന്ത്യ. പട്ടിണി രേഖയിൽ നമ്മൾ 105ാമത്തെ സ്ഥാനമാണ്. നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളൊന്നും ആ കൂട്ടത്തിലില്ല. ബംഗ്ലാദേശ് ഉൾപ്പെടെ, പാകിസ്ഥാൻ ഉൾപ്പെടെ, നേപ്പാൾ ഉൾപ്പെടെ ഒന്നും അതിലില്ല. ഈ 105 എല്ലാം അതിൻ്റെ താഴെയാണ്. ടോപ്പിൽ 105 കിടക്കുകയാണ് ഇന്ത്യ. പട്ടിണി പാപങ്ങളുടെ നാട്, കയറിക്കിടക്കാൻ ഇടമില്ലാതെ 30 കോടി മനുഷ്യരുള്ള രാജ്യം. എന്നിട്ട് സമ്പദ് വ്യവസ്ഥ വലിയ രീതിയിൽ മുന്നേറുന്നു. ആര് മുന്നേറുന്നു? അദാനിയും അംബാനിയും ടാറ്റയും ബിർളയും മുന്നേറുന്നു. 1% കയ്യിലാണ് 50% സമ്പത്ത്. ഒന്നുകൂടി ഞാൻ പറയാ, 1% കയ്യിലാണ് 50% സമ്പത്ത്. 50% ജനങ്ങളുടെ കയ്യിൽ 3% സമ്പത്ത് മാത്രമാണ് ഇന്ത്യയിൽ. പിന്നെ എവിടെയാണ് ഈ ദുരന്തം അവസാനിക്കുക? ഈ ദുരന്തം അവസാനിക്കുന്നതിനുള്ള പോരാട്ടവും ശക്തിമത്തായ രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഞാൻ തൊട്ട് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ആഗോളവൽക്കരണ നിലപാടിനെ പൂർണ്ണമായി അംഗീകരിച്ചതാണ് കോൺഗ്രസ്, BJP. വർഗപരമായ നിലപാടിലൊന്നും വ്യത്യാസം. എന്നാൽ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യം നമുക്കാവില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ അപകടം, ഒരു ഫാസിസ്റ്റിക് രീതിയിൽ ഇന്ത്യൻ ഭരണ സംവിധാനം കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന BJPയെ തളച്ചില്ലെങ്കിൽ രാജ്യമില്ല, പിന്നെ ഈ ഭരണഘടനയില്ല, പിന്നെ ഈ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കമില്ല, പിന്നെ ഏക സിവിൽ കോഡിലേക്ക് ഇപ്പോൾ തന്നെ നീങ്ങുമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രഖ്യാപനം, ഒരു രാജ്യം ഒരു നേതാവ്, ഒരു രാജ്യം ഒരു ഭാഷ, എന്തൊക്കെയാണ് ഒരു രാജ്യത്ത് വരാൻ പോകുന്നത്? ഇതെല്ലാം ഫാസിസ്റ്റ് രീതിയിലേക്കുള്ള കാര്യമാണ്. ഇതിനെ പ്രതിരോധിക്കാൻ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള എല്ലാവരെയും ചേർത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം. അതിൽ കോൺഗ്രസിനും പങ്കുണ്ട്. എന്നാൽ കോൺഗ്രസുമായി ഇപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ CPM-നാവില്ല എന്ന കാര്യവും ഞങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമുക്ക് കേരളത്തെ കാണാൻ. കേരളമാണ് ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ ഒരേ ഒരു ഇടതുപക്ഷ ബദൽ നയം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ 2ാം ടേമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 1ാമത്തെ ടേം കഴിഞ്ഞു. 2ാമത്തെ ടേം വരില്ല എന്നായിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാം പ്രതീക്ഷിച്ചത്. ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യമന്ത്രി ആരാവണം തീരുമാനിക്കുകയും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ആരായിരിക്കണം എന്ന് ചർച്ച ചെയ്യുകയും ചെയ്തതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം. 8 ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായി, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായി എന്തെല്ലാം പ്രചാരവേലകൾ നടത്തി. മാത്രമല്ല 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്ക് 123 സീറ്റ്, BJP കോൺഗ്രസിന് 123 സീറ്റിൽ അസംബ്ലിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഉറപ്പിച്ചു, എന്താ, പിണറായിയുടെ കാലം കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് ഞങ്ങളുടേതാണ്. അപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു, മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ആരാവണം. ഏതാണ്ട് IAS IPS ഉദ്യോഗസ്ഥന്മാരെല്ലാം പോയിട്ടുണ്ട് അന്വേഷിച്ച്. വളരെ അപൂർവ ആൾ മാത്രമേ പോകാൻ ബാക്കിയുള്ളൂ. അത് ഈ വർഗ നിലപാടിൻ്റെ ഭാഗമാണ്. ഞാനതിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങളാണ് വോട്ട് ചെയ്തത്, ജനങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവി നിർണ്ണയിക്കുന്നത് എന്നുള്ളതുകൊണ്ട് 99 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കിട്ടി. അങ്ങനെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2ാം ടേം അധികാരത്തിൽ വന്നത്. ജനങ്ങളെ ചേർത്ത് നിർത്തി, ജനങ്ങളുടെ പിന്തുണ നേടി ഈ മഹാപ്രളയത്തിൽ, കള്ളപ്രചരണത്തിൻ്റെ മഹാപ്രളയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ നോക്കി ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ, ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ. ആദ്യത്തെ നമ്മുടെ ചുമതല എന്താണ്? പട്ടിണി. അതാണ് അതിദാരിദ്ര്യം. അതിദാരിദ്ര്യം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കേരള ഗവൺമെൻറ് തീരുമാനിച്ചു. അതിദാരിദ്ര്യം എത്രയാണെന്ന് കണക്കാക്കാൻ വേണ്ടി തീരുമാനിച്ചു.
ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് 0.7%. നിങ്ങൾ കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന സംസ്ഥാനം 25%, 30%, 42% വരെയാണ് പട്ടിണി. 42% വരെ പട്ടിണി. ഇവിടെ കേരളത്തിൽ 0.7% പട്ടിണി. പക്ഷേ 0.7% ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ പാവപ്പെട്ട മനുഷ്യൻ. പാർട്ടി തീരുമാനിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു, അതിൻ്റെ സർവേ എടുക്കണം. വളരെ ചുരുക്കം ദിവസം കൊണ്ട് അതിൻ്റെ സർവേ കിട്ടി. 64,006 കുടുംബം, 64,006 കുടുംബം പട്ടിണി, അതിദാരിദ്ര്യം. ഗവൺമെൻറ് തീരുമാനിച്ചു ഈ അതിദാരിദ്ര്യം നമുക്ക് വളരെ വേഗം അവസാനിപ്പിക്കണം. കഴിഞ്ഞ 2023 നവംബർ 1 30,000 കുടുംബങ്ങളെ പൊതുസമൂഹത്തിൻ്റെ ഒപ്പം എത്തിച്ചു. അവർക്ക് വീട്, അതുപോലെ തന്നെ ഭക്ഷണം, തൊഴിൽ, ചികിത്സ ഉൾപ്പെടെ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് 30,000 കുടുംബത്തെ എത്തിച്ചു. അപ്പോഴും 36,006 കുടുംബം ബാക്കിയാണ്. അതിപ്പോഴും കഴിഞ്ഞ കൊല്ലത്തോടുകൂടി മിക്കവാറും പൂർത്തിയായി. ഈ നവംബർ 1 കേരളപ്പിറവി ദിനത്തിന് 2025 നവംബർ 1 ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി അതിദരിദ്രരില്ലാത്ത ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് എന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നവംബർ 1 എഴുതി വെച്ചോ. പതിറ്റാണ്ട് കഴിഞ്ഞാലും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിനും ഈ തലത്തിലെത്താൻ ഇനി ആവില്ല. അതാ കേരള മോഡൽ. പതിറ്റാണ്ട് കഴിഞ്ഞാലും ആവില്ല. 42%, 25%, 30%, 18% വരെയാണ് തമിഴ്നാട് ഉൾപ്പെടെ. ഇവിടെ 0.7% ഉണ്ടായിരുന്നതാണ് നേരത്തെ. 0.5 കേന്ദ്ര ഗവൺമെന്റ് കണക്കിൽ. ഇനി ഇപ്പോഴും 0%. അതിദരിദ്രരില്ലാതെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. ഇതാണ് ജോർജ് കുര്യൻ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ മൊറിറ്റ് പറഞ്ഞ് നടന്നാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊന്നും തരാൻ പോകുന്നില്ല. ദരിദ്രമാവണം. നിങ്ങളുടെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ ദരിദ്രമാവണം. അത് ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ദാരിദ്ര്യം മാത്രമല്ല, ആശയത്തിന്റെ ദാരിദ്ര്യം. ഇതാവണം ഈ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കേരളം എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിനെ അനുകൂലിക്കുന്നത്. നമ്മൾ വളരെ വ്യക്തതയോടുകൂടി ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന മനുഷ്യന്റെ താല്പര്യം സംരക്ഷിക്കാനാണ്. ഇവിടെ വീടില്ലാത്ത ഒരു മനുഷ്യനുണ്ടാവരുത്. ലൈഫ് പദ്ധതി 5 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും വീട് ഒരുങ്ങി. ഇനിയും വേണം അവർക്കെല്ലാവർക്കും വീട്. അങ്ങനെ വന്നാൽ പാവപ്പെട്ട മനുഷ്യന് മുതലാളിത്ത സമൂഹത്തിൽ കയറിക്കടക്കാൻ ഇടമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമായിരിക്കുമെന്നുള്ളതാണ് കൃത്യമായ ഉറപ്പ്. പട്ടിണി കിടക്കുന്ന മനുഷ്യനില്ല, കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവരുത്. പൂർണ്ണമായിട്ടില്ല, പൂർണ്ണവും. ഇതോടൊപ്പം തന്നെയാണ് വിദ്യാഭ്യാസം. എങ്ങനെയാണ് ലോകോത്തരമായ രീതിയിൽ കേരളത്തിലെ വിദ്യാഭ്യാസം വളർന്നു വന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ രീതിയിൽ ഈ കേരളത്തെ നയിക്കാൻ സാധിച്ചത്? യാദൃശ്ചികമായി സംഭവിച്ചതൊന്നുമല്ല, തലയിലെഴുത്തുകൊണ്ടുമല്ല. 1957 ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഗവൺമെന്റ് പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ചു. പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായി രൂപീകരിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ലോകത്തുണ്ടായത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് വിമോചന സമരത്തിന് അമേരിക്കൻ സാമ്രാജ്യത്തിന് പണം കിട്ടിയത്. വെറുതെ കിട്ടിയതല്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കൃത്യമായ അതിന്റെ കിതാബിൽ കേരളമുണ്ട്. ഇപ്പോഴല്ല, 57 അത് ഈ ഇടതുപക്ഷ ശക്തികളുടെ സ്വാധീനം വർദ്ധിച്ച് പാർലമെന്ററി വ്യവസ്ഥയിലൂടെ നമുക്ക് ജയിക്കാനാവുന്നു എന്നുള്ള ചിത്രം വന്നപ്പോഴാണ്. 1956 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശൂർ സമ്മേളനം, ജൂണിൽ ചേർന്ന തൃശൂർ സമ്മേളനം ഐക്യ കേരളം രൂപമെടുക്കുന്ന പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കൃത്യമായ നയം സ്വരൂപിച്ചു. ആ നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിദ്യാഭ്യാസവും കൃഷിയും ഉൾപ്പെടെയുള്ള ഉൽപാദന വിതരണ ഘടനയും എല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. അതാണ് പ്രകടന പത്രിക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ, പിന്നെ സ്വതന്ത്രന്മാരും. 57 VMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അതിനു മുമ്പ് നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളും സമരങ്ങളും എല്ലാം അതിന്റെ ഉൽപ്പന്നമായിട്ടാണ് ഗവൺമെന്റ്. അല്ല, വെറുതെ ഗവൺമെന്റ് ഒന്നല്ല. ആ ഗവൺമെന്റ് പറഞ്ഞു 1957 ഏപ്രിൽ 5 സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 5 കഴിഞ്ഞിട്ട് 11-ാം തീയതി, 6 ദിവസം, 11-ാം തീയതി ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും നടപ്പിലാക്കാത്ത
ഒരു പദ്ധതിക്ക് ഓർഡിനൻസ് വഴി കൃത്യമായിട്ട് രൂപം നൽകി. ആ ഓർഡിനൻസിൻ്റെ പേരാണ് കുടി ഒഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ്. ഒരു കുടികിടപ്പുകാരനെയും കുടിയാനെയും ഭൂമിയിൽ നിന്ന് ഇനി ഒഴിപ്പിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സനാതനത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന ആ കാലത്തെ മനുഷ്യൻ്റെ അവസ്ഥ. വെച്ചുകാണലും കങ്കാണിയും നൂരിയും മുക്കാലും വാശിയും വണ്ണാത്തി മാറ്റി മുടക്കലും കല്ലും തോലും വെച്ചുകെട്ടലും അതുപോലെ തന്നെ കൂലിയാൻ ഉൾപ്പെടെയുള്ള അടിമതുല്യമായ പാവപ്പെട്ട മനുഷ്യൻ്റെ അവസ്ഥയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 11-ാം തീയതി കൊണ്ടുവന്ന ഓർഡിനൻസിൽ പറഞ്ഞു, ഒരു ജന്മിയും ഒരു ഭൂപ്രഭുവും ഇനി ഒരു കുടിയാനെയും കുടിയിറക്കരുത്. നിൽക്കാൻ ഒരിടം കിട്ടി. നിൽക്കാൻ ഇടം കിട്ടിയാലാണ് തൻ്റെ ഇടം. തനിക്കടമുണ്ടാവുമ്പോഴാണ് തൻ്റെ ഇടമാവുക, തൻ്റെ ഇടിയാവുക. അങ്ങനെ ഒരു മനുഷ്യ തൻ്റെ ഇടം രൂപപ്പെട്ടു കേരളത്തിൽ. ഇന്നും ഉത്തരേന്ത്യയിൽ അതില്ല. ഇന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൽ 57-ൽ പാസാക്കിയ ആ കുടികടപ്പുകാരൻ്റെ ആ ഭൂമി കൈവശം വെക്കുന്ന മനുഷ്യൻ്റെ കൃഷിക്കാരൻ്റെ സ്വത്ത് സംരക്ഷിക്കാനുള്ളൊരു നിലപാടില്ല. ഇന്ത്യയിൽ എവിടെയും ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് 30 കോടി മനുഷ്യർക്ക് ഇന്നും തെരുവിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ വരുന്നത്. ജീവിക്കാൻ പറ്റുന്നില്ല. ഇത് 1957 ഏപ്രിൽ 11 നിൽക്കാൻ ഒരിടം കിട്ടിയ തൻ്റെ ഇടിയായ മലയാളി. അന്ന് തന്നെയാണ് ജോസഫ് മുണ്ടശ്ശേരി, സഖാവെന്ന് പറയാൻ പറ്റില്ല, സ്വതന്ത്രനാണ്. AR മേനോനെ പോലുള്ളവരെല്ലാം സ്വതന്ത്രന്മാരാണ്, 6 ആള്. ആ സ്വതന്ത്രന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടത്തിലാണ് VR കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ളത്. അവരെല്ലാം മന്ത്രിമാരായി. ജോസഫ് മുണ്ടശ്ശേരി പറഞ്ഞു, എല്ലാ കുട്ടികളും സ്കൂളിലേക്ക്. പാട്ടിനി പാവങ്ങളാണ്, പാവപ്പെട്ട കുടുംബം. ഇന്നത്തെ കുടുംബമല്ല, 57 കുടുംബം. പാട്ടിണി കിടക്കുന്ന കുടുംബത്തിൽ നിന്ന് എങ്ങനെ സ്കൂളിലേക്ക് പോകും? അപ്പോഴാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്, ചരിത്രത്തിലാദ്യമായിട്ട് ഉച്ചക്കഞ്ഞി. നിങ്ങളാരും പട്ടിണി കിടക്കണ്ട, സ്കൂളിൽ വന്നാൽ പഠിക്കുക, സ്കൂളിൽ വന്നാൽ കഞ്ഞി കുടിക്കുക. കുട്ടികൾക്ക് കഞ്ഞി കൊടുത്തു. അന്നത്തെ തലമുറയിൽപ്പെട്ട സാധാരണ മനുഷ്യരാണ് 2ാം തലമുറയെ രൂപം കൊടുത്തത്. അവരേതാണ്ട് വിദ്യാഭ്യാസമുള്ളവരായി. അവരുടെ മക്കളാണ് ഇപ്പോഴും 3ാം തലമുറയിലുള്ളത്. ആ 3ാം തലമുറയിലുള്ള കുട്ടികൾ പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം, മുന്നോക്ക സമുദായത്തിലെ പിന്നോക്ക ജനവിഭാഗം, കർഷക തൊഴിലാളി, കൃഷിക്കാരൻ, ചെത്തു തൊഴിലാളി, നെയ്ത്ത് തൊഴിലാളി, കയർ തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളി ഉൾപ്പെടെയുള്ള സംഘടിതരും അസംഘടിതരുമായ ലക്ഷക്കണക്ക് മനുഷ്യൻ്റെ വീട്ടിൽ ഇപ്പോഴും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളാണ് 3ാം തലമുറ. ഇത് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യയിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുണ്ട്. അവരെല്ലാം ഭൂപ്രമാണിമാരുടെ മക്കളായിരിക്കും, ഉദ്യോഗസ്ഥ പ്രഭുക്കളുടെ മക്കളായിരിക്കും, വലിയ സമ്പന്നന്മാരുടെ മക്കളായിരിക്കും. കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ പാവപ്പെട്ട മനുഷ്യൻ്റെ മക്കളെല്ലാം ഉന്നത വിദ്യാഭ്യാസം, ഡോക്ടറേറ്റ്, അതുപോലെ തന്നെ ഡോക്ടർ, എഞ്ചിനീയർ ഉൾപ്പെടെയായിട്ട് വരികയാണ്. അത് ഈ കേരളത്തിൻ്റെ പ്ലസ്സാണ്. ചിലർ പറയുന്നുണ്ട്, ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലില്ലായ്മ അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായി എൻ്റെ ശിരസ് താഴുന്നു. ഒരൊറ്റ ഒരുത്തൻ്റെയും ശിരസ് താഴണ്ട. എന്തുകൊണ്ട് വേണ്ട? നമുക്ക് ഈ തൊഴിലില്ലായ്മ പ്രശ്നവും പരിഹരിക്കാം. നമുക്ക് ഭൂപ്രശ്നം എങ്ങനെയാണ് പരിഹരിച്ചത്? 1957 കഴിഞ്ഞ് 1967 കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 1969 ഒക്ടോബർ 14-ാം തീയതി ഈ കേരളത്തിൽ കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കൊണ്ടുവന്നു. 1969 ഒക്ടോബർ 14-ന് ഏകണ്ടായിട്ട് ചർച്ചയൊക്കെ നടന്നു. ഗൗരിയമ്മയാണ് ആ ബില്ല് ബാലറ്റ് ചെയ്തത്. നിയമം വന്നു, കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം. ആ നിയമം നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടി അതിശക്തിയായ പോരാട്ടങ്ങളും സമരങ്ങളും നടത്തേണ്ടി വന്നു. ശരി, രക്തസാക്ഷിത്വം ഉൾപ്പെടെ ഉണ്ടായി. പക്ഷെ 1970 ഈ കേരളം പാർലമെന്ററി പ്രവർത്തനത്തിൻ്റെയും പാർലമെന്റേതര പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി എല്ലാം നടത്തിയ പോരാട്ടങ്ങളിലൂടെ, നിയമയുദ്ധങ്ങളിലൂടെ 36 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി കിട്ടി. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി ഈ കേരളത്തിൽ ലഭിച്ചു. ആ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കാർഷിക മേഖലയിൽ ഒരു വർഗം ഇല്ലാതായത്. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ആ വർഗം ഇന്നും പ്രബലമാണ്. ഏതാ ഈ വർഗം?
എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഒരു വർഗം കേരളത്തിലില്ല, കേരളത്തിൽ മാത്രമില്ല, ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തുണ്ട്, കേരളത്തിലില്ല. അത് വേറൊന്നുമല്ല, ജന്മിവർഗം. 1970 ജന്മിത്വം അവസാനിപ്പിച്ചു. അതാണ് ബില്ല് കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം. ജന്മി എന്ന് പറയുന്ന ഒരു വർഗം തന്നെ കേരളത്തിൽ ഇപ്പോഴും ഈ പുതിയ തലമുറക്ക് അന്യമാണ്, അറിയില്ല. ആ വർഗത്തെ പറ്റി ഇപ്പോഴും യഥാർത്ഥത്തിൽ പുതിയ തലമുറക്ക് അറിയില്ല. ജന്മി പാട്ടവാക്കിയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയോ കാണുമ്പോഴാണ് ജന്മിയെ മനസ്സിലാക്കുക. ഇമാതിരി ഒരു സാധനം ഉണ്ടോ എന്ന് തോന്നുക. കേരളം വെറുതെ മാറിയതല്ലാന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഇന്ത്യയിൽ കേരളത്തിൽ അന്നുണ്ടായിരുന്ന ഭൂരിപക്ഷം കുടുംബങ്ങൾക്കും 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം. ഇടതുപക്ഷ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നാൽ കേവലമായ ആശ്വാസ നടപടികൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് VMS ആദ്യം പറഞ്ഞത്. പിന്നീട് അത് മാറ്റി മൗലികമായ കാര്യങ്ങൾ നിർവഹിക്കാം. ഞാനിപ്പോഴേ പറയാൻ പോകുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കാം കേരളത്തിൽ. ഓരിവാരി അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കളെ കിട്ടുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരളമാണ്, മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനവുമല്ല. നമുക്കിവിടെ 53 ലക്ഷം മനുഷ്യർ അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കളുണ്ട്. യുവതിയുവാക്കൾ മാത്രമല്ല, ജനങ്ങളുണ്ട്. 59 വയസ്സ് വരെയുള്ള കണക്കെടുത്തപ്പോഴാണ് ഇത്രയും പറയുന്ന നമ്പർ കിട്ടിയത്. 53 ലക്ഷം ഈ ചെറിയ സംസ്ഥാനത്ത്. അത് +2 മുതൽ 40 വയസ്സ് വരെ എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ 29 ലക്ഷം ഉണ്ട്. ഈ 29 ലക്ഷത്തിൽ 20 ലക്ഷത്തിന് ഇപ്പോഴത്തന്നെ തൊഴിൽ കൊടുക്കാമെന്ന് പ്രകടന പത്രികയിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, 2ാം പിണറായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അത്ര 20 ലക്ഷം. അപ്പോൾ പറഞ്ഞു 20 ലക്ഷം ആളുകൾക്ക് തൊഴിലോ? കേരളം പോലെയുള്ള സംസ്ഥാനമോ? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? അടിസ്ഥാനമേ മനസ്സിലായില്ല. ഇനി 1.5 കൊല്ലം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് നമുക്ക് 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം. ഇപ്പോഴെത്ര ആൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്? എങ്ങനെയാ തൊഴിൽ കൊടുക്കുക? 2 രീതിയിലാണ്. ഒന്നുകിൽ വ്യവസായ സംരംഭം, അല്ലെങ്കിൽ ജീവനക്കാരെന്ന രീതിയിൽ വ്യവസായത്തിലായാലും എവിടെയായാലും തൊഴിൽ പണിയെടുക്കുന്നവർ. ഇങ്ങനെയല്ലേ 2 വഴിയുള്ളൂ. ഒന്നുകിൽ സ്വയം തൊഴിൽ കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള സംരംഭ പ്രവർത്തനം, അല്ലെങ്കിൽ മറ്റ് തൊഴിലിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നവർ. PSCയിൽ ഇന്ത്യയിൽ 40% നിയമനം നടന്നതിൽ കേരളമാണ് 1ാം സ്ഥാനം. 40% നമ്മൾ നടത്തിയതാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിലും ആകെ PSC മുഖേന നടത്തിയ നിയമനം ഉണ്ടല്ലോ, ആ നിയമനത്തിൽ 40% നിയമനം നടന്നത് കേരളത്തിലാണ്. അസംതൃപ്തിയൊക്കെ ഉണ്ട്. കാരണം 1000 ആള് വേണ്ട സ്ഥലത്ത് 10,000 ആളുടെ നമ്പർ കൊടുത്താൽ മറ്റു 9,000 ആളുകൾ പ്രയാസം തന്നെയാണ്. 9,000 കിട്ടില്ലല്ലോ ജോലി. 10,000-ന് 1,000-നല്ലേ കിട്ടുള്ളൂ ജോലി. അത് PSCയുടെ ഒരു നിയമമാണ്. ഇത്രയധികം വേണമെന്ന് കൊടുക്കണമെന്ന്. അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് കേരളത്തിലാണ്. നമ്മളുടെ വ്യവസായ സൗഹൃദത്തെ പറ്റി ആലോചിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ 25ാം സ്ഥാനത്താണ് കേരളം. 25ാം സ്ഥാനം ഇന്ത്യയിലെ. അത് പിന്നീട് ഇടപെട്ട് വന്നപ്പോൾ 15ാം സ്ഥാനമായി. നമ്മുടെ ഗവൺമെന്റ് രാജീവിന്റെ നേതൃത്വത്തിൽ വ്യവസായ മേഖലയിൽ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തിയിട്ട് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ചേർത്ത് എല്ലാവരും ചേർന്നിട്ട് പറഞ്ഞു സ്വയം സംരംഭകരെ രജിസ്റ്റർ ചെയ്യാം. ചെറിയ നമ്പറാണ് പറഞ്ഞത്, 1 ലക്ഷം. കേരളത്തിൽ 1 ലക്ഷം സ്വയം സംരംഭകരോ? നമ്മുടെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും സ്വയം സംരംഭം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ എങ്ങനെയാണത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ നോട്ടം. അതിൽ മൗലികമായ മാറ്റം വരുത്തി. നിങ്ങൾ തന്നെ സ്വയം സംരംഭരാവണം എന്ന് പഞ്ചായത്തോട്, മുനിസിപ്പാലിറ്റിയോട്, കോർപ്പറേഷനോട് പറഞ്ഞു. എല്ലാ സ്ഥലത്തും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു, ശമ്പളം വാങ്ങിക്കൊണ്ട് തന്നെ. 1ാമത്തെ വർഷം 1,30,000 ആളെ രജിസ്റ്റർ ചെയ്തു. 1 ലക്ഷം വന്നത് മറികടന്നു. 1,30,000. 2ാം വർഷം 1,10,000 കൂടി ചേർന്നു. 2,40,000. 2,40,000 സംരംഭ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭാഗമായി ചിലതെല്ലാം ചത്തുപോകും. അത് സത്യം. അത് 30% വരെ പോകുന്നതാണ് കണക്ക്. അത്രയൊന്നും പോയില്ല. 2 ലക്ഷത്തിലധികം ഇപ്പോഴും നിൽക്കുക. അത് 100 കോടിയിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള പദ്ധതികൾ ഓരോന്നും ഇപ്പോഴും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യവസായ വകുപ്പ്. എല്ലാം ചേർന്ന് ഒരു 2,40,000-ൽ 7 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും തൊഴിലായി. 7 ലക്ഷം. IT ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെല്ലാം ചേർന്ന്
ഒരു 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും തൊഴിൽ നൽകാൻ കേരളത്തിനായിട്ടുണ്ട്. പോരാ, ഇനി 1.5 കൊല്ലം കൊണ്ട് 10 ലക്ഷം ആളുകൾക്ക് വീണ്ടും തൊഴിൽ കൊടുക്കണം. തൊഴിൽ കൊടുക്കാനാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങളിപ്പോഴ് KDSCിൻ്റെയും കേരള നോളേജ് എക്കണോമി മിഷൻ്റെയും അതിൻ്റെ അംബാസിഡറായിട്ട് ഇപ്പോൾ സഖാവ് ഐസക് ചുമതലയെടുത്തതോടുകൂടി ഓരോ മേഖലയിലും ജോബ് ട്രേഡ് നടക്കാൻ പോവുകയാണ്. ജോലി കൊടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഒരു മോഡൽ സംവിധാനം ഉണ്ടാക്കി. മണ്ഡല MLA-മാർ തൊഴിൽ കൊടുക്കുന്നതിനെ പറ്റി ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കേരളത്തിലെ 140 MLA-മാർക്കും തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനം വരികയാണ്. ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ, തളിപ്പറമ്പ് മണ്ഡലത്തിൽ 16,000 ആളുണ്ട്. 16,000 രജിസ്റ്റർ ചെയ്തു. പക്ഷേ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകൾ നാളെ എനിക്ക് തൊഴുതാ എന്ന് പറഞ്ഞിട്ട് വരില്ല. നമ്മൾ അനുഭവത കൃത്യമായിട്ട് ആവശ്യമുള്ള സന്നദ്ധ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥന്മാരെയും വെച്ച് ഞങ്ങൾ ഓരോ വീട്ടിലേക്കും പോയി ഓരോരുത്തരെയും കണ്ടു, സംസാരിച്ചു, ഇൻ്റർവ്യൂ നടത്തി. എന്നിട്ടും 16,000 കിട്ടിയില്ല, 12,000 കിട്ടിയുള്ളൂ. വീട്ടിൽ പോയിട്ട് അവരുടെ ഡാറ്റ മുഴുവൻ എടുത്തു. ഇപ്പോൾ ജോലി വേണ്ടവർ, കണ്ണൂർ ജില്ലയിൽ ജോലി വേണ്ടവർ, കേരളത്തിൻ്റെ വെളിയിൽ പോകാൻ തയ്യാറുള്ളവർ, ഇന്ത്യക്ക് വെളിയിൽ പോകാൻ തയ്യാറുള്ളവർ ഒക്കെ കൃത്യമായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ജോലി വേണമെന്ന് ആവശ്യപ്പെട്ട 3,500 എണ്ണേ ഉള്ളൂ 16,000. കൃത്യമായ ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയത്. പിന്നെ ജോലി കിട്ടിയാൽ പോകാമെന്നുള്ളതാണ്. ചിലർ ജോലിക്ക് വേണ്ടി വരാനധികാരം, കാരണം ഈ വീട്ടമ്മമാരായിട്ട് മാറി നിൽക്കുകയാണ് നിരവധി, പകുതിയിലധികം, 6,000-ലധികം ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ചേർത്ത് വെച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇടപെട്ടാൽ ജോലി കൊടുക്കാനാവും എന്ന് ഉറപ്പായി. പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു, രജിസ്റ്റർ ചെയ്തു. 16 ലക്ഷം, 29 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ 16 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴത്തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി രജിസ്റ്റർ ചെയ്യാത്തവരെ കണ്ടുപിടിക്കണം. ആ രജിസ്റ്റർ ചെയ്യാത്തവരെ കൂടി കണ്ടെത്തിയാൽ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് കൂടി ചേർത്ത് മുമ്പോട്ടേക്ക് പോകാം. ഒരു കാര്യം ഞാൻ പറയാം, MA കൊണ്ട്, MSc കൊണ്ട്, BA കൊണ്ട്, BCom കൊണ്ട് ഈ പറയുന്ന ഇന്ത്യൻ സമൂഹത്തിലോ ലോക സമൂഹത്തിന്റെ ഭാഗമായിട്ടോ നമുക്ക് യഥേഷ്ടം ജോലി ലഭിക്കില്ല. ഒന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. ഒരു ഇന്റർവ്യൂ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്കാവുന്നില്ല. അത് നൽകണം. സ്കില്ല് പരിശീലിപ്പിക്കണം. അത് 1 മാസം മതി, 2 മാസം മതി, 3 മാസം മതി, പരമാവധി 1 കൊല്ലം. ആ പരിശീലനം കിട്ടിയാൽ ഇന്റർവ്യൂ വീട്ടിൽ തന്നെ നടക്കും. ഇന്റർവ്യൂ നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി ലഭിക്കും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, 940 ആളുകൾക്ക് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ജോബ് സ്റ്റേഷൻ വഴി, ഞങ്ങൾ ഓരോ പഞ്ചായത്തിലും ഇപ്പോൾ ജോബ് സ്റ്റേഷൻ ഉണ്ട്, മുനിസിപ്പാലിറ്റിയിലും ഉണ്ട്. 940 ആളുകൾക്ക് ഇപ്പോൾ ജോലി കിട്ടി. ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും. ഇന്ത്യക്ക് വെളിയിൽ പോയി ജോലി കിട്ടിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അവരെ പരിശീലിപ്പിച്ച ഒരു സ്ത്രീയെ ഇതിനിടെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, അവനെ അവിടെ ചെറിയ കുട്ടിയാ പയ്യൻ, പറശ്ശിനിക്കടവിലാണ്. വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ശമ്പളം കിട്ടി. അർദ്ധരാത്രിയാണ് വിളിക്കുന്നത്, അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴും. കാരണം ഇവിടുത്തെ സമയം അവിടുത്തെ സമയം വ്യത്യാസമാണല്ലോ. അപ്പോൾ അവർ ആഹ്ലാദത്തിന് വിളിച്ചതാണ്, എനിക്ക് ജോലി കിട്ടി, ഞാൻ ശമ്പളം വാങ്ങി, നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല അവനാവശ്യം. എന്താ അറിയോ, അവൻ ചോദിക്കുക, നിങ്ങളെ നക്ഷത്രം എന്താണ്? നക്ഷത്രം. അതെന്തിനാ എൻ്റെ നക്ഷത്രം? അല്ല, ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്, നിങ്ങളുടെ നക്ഷത്രവും കൂടി വേണം, എങ്കിൽ മാത്രമേ ആ കാര്യം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു നേർച്ച കൂടി അത്രേ. ജോലി വാങ്ങിക്കൊടുത്ത ആ സ്ത്രീയെ സഹോദരി എന്നാണ് ഇപ്പം വിളിക്കുന്നത്, സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നക്ഷത്രം വേണമെന്ന് പറയുന്നൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു തലമുറയുടെ ഒരു സ്ഥിതി. അവരാവേശഭരിതരാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക്. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയുകയാണ്, ഈ 1.5 കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് ചുരുങ്ങിയതൊരു 5000 ആൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. ജോബ് ഫെയർ നടത്തിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ ഇപ്പോഴും ജോബ് ഫെയർ നടക്കുകയാണ്, സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ജോബ് ഫെയർ. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഐസക് മുമ്പിലുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പ് മാതൃകയാണ് ഇപ്പോൾ പൊതുവെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, ജോബ് സ്റ്റേഷനുകൾ, അതുപോലെ ജോബ് ഫെയറുകൾ, ഈ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആവശ്യമായ എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്ക്, അസാപ്പ് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള വളരെ ശക്തമായ ഇടപെടൽ
ഇതിൻ്റെ എല്ലാ ഭാഗമായിട്ട് ഒരു വ്യാവസായിക അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഈ അന്തരീക്ഷത്തിലൂടെ ഒരു സംശയവും വേണ്ട, നമ്മുടെ തൊഴിലില്ലായ്മ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ഇന്നേ വരെ പറയാത്തതാണ്. മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ. ആ മുതലാളിത്തത്തിൻ്റെ അന്ത്യം കൊണ്ട് മാത്രമേ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കാനാവൂ എന്നാണ് ഞങ്ങളെല്ലാം പറഞ്ഞത്. മാറിയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോരിവാരി എടുക്കാൻ അഭ്യസ്തവിദ്യയിലുള്ള ഈ കേരളത്തിൽ അവരെ ഫലപ്രദമായി പരിശീലിപ്പിച്ച് സ്കില്ലുള്ളവരാക്കി മാറ്റിയാൽ, പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ഇപ്പോഴും തന്നെ 10 ലക്ഷം ആളുകളുടെ ഡിമാൻഡ് കേരള ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 20 ലക്ഷം എന്നുള്ളത് മറികടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ 29 ലക്ഷത്തിലേക്ക് നമുക്ക് എത്താം. അഭ്യസ്തവിദ്യരായി രംഗത്തേക്ക് വരുന്ന ഓരോ ചെറുപ്പക്കാരനെയും ജോലി പര്യാപ്തമാക്കുന്ന രീതിയിലുള്ള നിലപാടിലേക്ക് നമുക്ക് പോകാം. വാങ്ങൽ ശേഷി വർദ്ധിക്കും, ആളോഹരി വരുമാനം വർദ്ധിക്കും, ഈ കമ്പോളം ശക്തിപ്പെടും, കേരള സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടും. സഖാവ് പിണറായി ചൂണ്ടിക്കാണിച്ചതുപോലെ 400 വർഷങ്ങൾക്ക് മുമ്പ് ജനാധിപത്യ വിപ്ലവം നടത്തി അധികാരത്തിൽ വന്ന ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു അനുഭവം നമ്മുടെ ലോകത്തുണ്ട്. അവരാണ് വികസിത രാജ്യങ്ങളായിട്ട് മാറിയത്, അല്ലെങ്കിൽ അർദ്ധവികസിത രാജ്യങ്ങളായിട്ട് മാറിയത്. സഖാവ് പിണറായി പറഞ്ഞു, 20 വർഷം കൂടി കഴിഞ്ഞാൽ വിജ്ഞാന സമൂഹമാണ് കേരളം. ആ വിജ്ഞാന സമൂഹത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനാണ് ഉന്നം. ഇന്നേ വരെ എക്കണോമിക്സ് പഠിച്ച നമ്മുടെ എല്ലാം കേന്ദ്രം, അർത്ഥശാസ്ത്രത്തിന്റെ കേന്ദ്രം മൂലധനമാണ്, പണമൂലധനം. ഈ പണമൂലധനത്തിന് പകരം ഈ കേരളം ധനമൂലധനമല്ല, പണമൂലധനമല്ല, പിന്നെയോ നോളജ്, അറിവ് മൂലധനമായി കേരളത്തിൽ സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്താൻ പോവാണ്. സ്റ്റാർട്ടപ്പുകൾ 15,000 സ്റ്റാർട്ടപ്പുകളാണ് ഇപ്പോഴും ലക്ഷ്യം വെച്ചത്. 15,000. ലോക മാർക്കറ്റിൽ നല്ല മൂല്യമുള്ളതാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക്. വിജ്ഞാന സമൂഹം എന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം, ഗവർണർ എന്തെല്ലാം കളിച്ചാലും നേരത്തെ ഉന്നത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്, ആരോഗ്യ മേഖലയിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്. ലോകത്ത് തന്നെ ശ്രദ്ധേയമാണ് ഈ കേരളത്തിന്റെ വളർച്ച. സുസ്ഥിര വികസനത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്. എല്ലാ സ്ഥാനത്തും നമ്മൾ ഒന്നിൽ. ഇനി പിണറായി പറഞ്ഞ നവകേരളം, 20 വർഷത്തിന്റെ അപ്പുറം നമ്മൾ കാണുന്നത് ഈ സമ്പദ് വ്യവസ്ഥ സജീവപ്പെടുന്ന ഈ കേരളത്തിന്റെ സാഹചര്യത്തിൽ 400 കൊല്ലം മുമ്പ് കേരളം, ഇന്ത്യ ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് അവരുടെ ജീവിത നിലവാരം നല്ല പോലെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ടാക്സ് എല്ലാം കൂട്ടുന്നുണ്ട്, അതൊക്കെ പറയാം. ആ ജീവിത നിലവാരത്തിലേക്ക്, ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ 400 വർഷക്കാലത്തെ വളർച്ച നേടിയ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് നമ്മളിപ്പോഴും 75 മുതൽ കൂട്ടിയാൽ മതി. ഐക്യ കേരളം 57 മുതൽ കൂട്ടിയാൽ മതി. 57 മുതൽ ഇങ്ങോട്ട് കൂട്ടിയാൽ അത്രയേ ആയിട്ടുള്ളൂ ഈ ഹ്രസ്വകാലം. ഇനി 20 കൊല്ലം കൂടി ചേർത്ത് വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് നവകേരള പദ്ധതി എന്നുള്ളത് കൊണ്ട് കേരളം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജ്ഞാന സമൂഹമെന്നും വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നും. ഈ അടിസ്ഥാനത്തിൽ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ നമുക്കാവണം. മാധ്യമ ശൃംഖലകൾ മുഴുവൻ നമുക്കെതിരാണ്, മിക്കവാറും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമുക്കെതിരാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഏതാണ്ട് കൈകോർത്തുകൊണ്ട് അവരിപ്പോൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, നമ്പർ 1 ശത്രു ആരാണ്? BJP പറയുന്നു, RSS പറയുന്നു, CPIM. കേരളത്തിലെ നമ്പർ 1 ശത്രു ആരാണ്? കോൺഗ്രസ് പറയുന്നു, ലീഗ് പറയുന്നു, CPIM. അതുകൊണ്ട് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും ഭൂരിപക്ഷ വർഗീയത, ഹിന്ദു രാഷ്ട്രം, ഹിന്ദുത്വ എന്ന പേര്, ന്യൂനപക്ഷ വർഗീയത, ഇസ്ലാമിക് രാഷ്ട്രം, ജമാഅത്ത് ഇസ്ലാമി, SDPI തീവ്രവാദ പ്രസ്ഥാനം, അത് പൂർണ്ണമായിട്ടും UDFന്റെ സഖ്യകക്ഷിയായിരിക്കുന്നു. 17ാം ലോകസഭ, 18ാം ലോകസഭ, ഇപ്പോഴേറ്റവും അവസാനം ഉപതെരഞ്ഞെടുപ്പുകൾ.
ഇവരെല്ലാം ചേർന്നിരിക്കുകയാണ് ഒരു മഴവിൽ സഖ്യം. ഒരു ഭാഗത്ത് BJP RSS നമ്പർ 1 ശത്രു CPIM, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവരുടെ നമ്പർ 1 ശത്രു ഞങ്ങൾ, SDPIയുടെയും ജമായത്ത് ഇസ്ലാമിന്റെയും പണ്ടേ പൂർവ്വ ചരിത്രത്തിലെ നമ്പർ 1 ശത്രു ഞങ്ങൾ. ഇവരെല്ലാം ചേർന്ന് ഇടതുപക്ഷത്തിനെതിരായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, അതിൻ്റെ ഗവൺമെന്റിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി ഈ മാധ്യമ ശൃംഖലകളെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് കള്ള പ്രചാരവേല അതിശക്തമത്തായ രീതിയിൽ അർദ്ധസത്യങ്ങളും അസത്യങ്ങളും പ്രഖ്യാപിച്ച് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രത്തിലാണ് നമ്മൾ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിച്ചാൽ നമുക്കൊരു സംശയവും വേണ്ട. ഇവിടെ ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി കുഞ്ഞാലിക്കുട്ടി വരെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ട് എന്നിപ്പോൾ അവസാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് തന്നെ 3-4 ആളുണ്ട് വേറെ. ഇപ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചയുണ്ട്. ഒന്ന് രമേശ് ചെന്നിത്തലയുണ്ട്, PD സതീശനുണ്ട്, മൂന്നാമതായിട്ട് രമേശ് ചെന്നിത്തലയുണ്ട്, രമേശ് ചെന്നിത്തല, ഈ PD സതീശൻ, അതുപോലെ തന്നെ നേതാവ് K സുധാകരൻ, പിന്നെ ഒരാളും കൂടിയുണ്ട്. അത് അവസാനമേ വരുള്ളൂ, കാരണം അത് അവസാനം തീരുമാനമാകുക. അത് KC വേണുഗോപാലനാണ്. 3-4 ആൾ അവരെന്നെയുണ്ട്. അതിൻ്റെ പുറത്ത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും വന്നിട്ടുണ്ട്. ഞങ്ങൾക്കതിന് അവകാശമുണ്ട്, കോൺഗ്രസ് തീരുമാനിച്ചാലെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. ഇവരെല്ലാം മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നടക്കുകയാണ്. കാരണം അവരിപ്പോൾ പറയുന്നത് 111 സീറ്റിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നാണ്. നേരത്തെ 123 സീറ്റിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, എന്നിട്ട് 99 സീറ്റാണ് കിട്ടിയത്. ഇപ്പോൾ 111 സീറ്റിലാണ് ഭൂരിപക്ഷം ഉള്ളത്. ആ 111 സീറ്റിലെ ഭൂരിപക്ഷം യഥാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്ത് 100-ൽ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്ന 3-ാം ടേം വരും കേരളത്തിൽ. എല്ലാ പിന്തിരിപ്പന്മാരും ഞെട്ടിത്തെറിക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ അങ്ങനെയാണ് പറഞ്ഞത്. അതിൻ്റെ ആദ്യ പദം അങ്ങനെയാണ്. യൂറോപ്പിൻ്റെ ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് വളരെ ആവേശത്തോടുകൂടി മാർക്സും എംഗൽസും പറഞ്ഞ ആ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്ത് ഈ മാധ്യമങ്ങളും അതുപോലെ ഈ പിന്തിരിപ്പന്മാരും ഈ കൂട്ടുകെട്ടുമെല്ലാം ഈ ജാതി വർഗീയ ശക്തികളെല്ലാം ചേർന്ന് ഈ ഗവൺമെന്റിനെയും പ്രസ്ഥാനത്തെയും തകർക്കാൻ കഴിയുമെന്ന് ധരിച്ച് മുന്നോട്ടേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാമത്തെ പ്രാവശ്യവും അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയമായിരിക്കും 2026 മെയ് മാസം ഈ കേരളം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിന് പ്രാപ്തമാവുന്ന ഒരു പാർട്ടി സംവിധാനം വേണം. അത് നേടാനാവുന്ന ഒരു പാർട്ടി കെട്ടുറപ്പോടുകൂടി ഐക്യമുള്ള ഒരു പ്രസ്ഥാനം വേണം. ശരിയായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നൊരു പാർട്ടി, തെറ്റായ ഒരു നിലപാടിനെയും അംഗീകരിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു പാർട്ടി, ഫ്യൂഡൽ ജീർണതയുടെയും മുതലാളിത്ത ജീർണതയും അരിച്ചു കയറാൻ സാധ്യതയുള്ള എല്ലാ സന്ദർഭങ്ങളെയും പ്രതിരോധിക്കുന്നതിനു വേണ്ടി സാധിക്കുന്ന കൃത്യമായ കാഴ്ചപ്പാടുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയ തുടർച്ചയായി പാർട്ടി ജീവിതത്തിലുടനീളം ഒരേപോലെ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു പാർട്ടി, ജനങ്ങളുടെ ദാസന്മാരായി ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും ഈ ജനങ്ങളെ മുമ്പോട്ടേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രസ്ഥാനം വേണം, ഒരു പാർട്ടി വേണം. അതിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കണം. ഇടതുപക്ഷ ശക്തികളെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് അതിശക്തിയായി മുന്നേറാൻ പോകുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെ കൈകാര്യം ചെയ്യാനാവുന്ന ഒരു പാർട്ടിയായി CPIM-നെ ഉയർത്തുക എന്നുള്ളതാണ് 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നമ്മുടെ ചുമതല. ആ ചുമതല നിർവഹിക്കാനാവണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.